നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മെ തേടി എത്തുമെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കവടിയാറിൽ നടന്ന വാഹന അപകടത്തിൽ പൊലിഞ്ഞ 26 വയസ്സുകാരി നവവധുവിൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത്. പാലക്കാടുള്ള നവവധു മരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വന്നതാണോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു പോവുകയാണ്. മധുവിധു യാത്ര തിരുവനന്തപുരത്തേക്ക് ആക്കാമെന്ന് കരുതിയപ്പോൾ തന്നെ ആദ്യം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ തന്നെ തങ്ങാം, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടുവരാമെന്ന് എല്ലാവരും ചേർന്ന് പറയുകയായിരുന്നു. BEd പഠനം പൂർത്തിയാക്കി പ്രിയപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകരുന്ന അധ്യാപികയാകാൻ തയ്യാറെടുക്കുകയായിരുന്നു നൗഷിജ. തൻ്റെ സ്വപ്നങ്ങളിലേക്കും പ്രിയതമനൊപ്പമുള്ള പുതിയ ജീവിതത്തിലേക്കും പിച്ചവെച്ച് തുടങ്ങിയപ്പോഴാണ് വിധി മരണത്തിന്റെ രൂപത്തിൽ ആ പെൺകുട്ടിയെ തേടിയെത്തിയത്. മധുവിധു യാത്രയുടെ മധുരം മായും മുൻപേ നൗഷിജ യാത്രയായത് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ മാർച്ച് 28-നായിരുന്നു പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളി സ്വദേശിനി നൗഷിജയുടെയും കൊടുവായൂർ സ്വദേശി ആഷിഖിന്റെയും വിവാഹം. വിദേശത്ത് ജോലി ചെയ്യുന്ന ആഷിഖ് വിവാഹത്തിനായാണ് നാട്ടിലെത്തിയത്. യുദ്ധ സാഹചര്യങ്ങൾ കാരണം ലീവ് നീട്ടിക്കിട്ടിയ ആശ്വാസത്തിലായിരുന്നു ഇരുവരും. കഴിഞ്ഞ ആഴ്ച വണ്ടിത്താവളം ചന്ദനക്കുടം ഉത്സവത്തിനായി നൗഷിജയുടെ വീട്ടിലെത്തി സന്തോഷത്തോടുകൂടി മടങ്ങിയ ദമ്പതികൾ അടുത്തയാഴ്ച വിദേശത്തേക്ക് തിരികെ പോകാനിരിക്കെയാണ് അവസാനത്തെ യാത്രയ്ക്കായി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളെ കാണാമെന്നും നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കണമെന്നുമുള്ള ആഗ്രഹവുമായാണ് ഇരുവരും വ്യാഴാഴ്ച രാത്രി പാലക്കാട് നിന്ന് പുറപ്പെട്ടത്. ഇന്നലെ പുലർച്ചെ നഗരത്തിലെത്തിയ ഇവർ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ബന്ധു അസ്മയെ കാണുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് കവടിയാർ കുറുവൻകോണം റോഡിൽ മരണം പതുങ്ങി ഇരുന്നത്. നടപ്പാതയിലൂടെ ആഷിഖിന്റെ കൈപിടിച്ച് നടക്കുകയായിരുന്ന നൗഷിജയുടെ അടുത്തേക്ക് നിയന്ത്രണം വിട്ട വെളുത്ത ആ കാറ് പാഞ്ഞു കയറുകയായിരുന്നു. കുറവൻകോണം സ്വദേശിയായ മോഹൻ തോമസ് എന്ന 77-കാരൻ വയോധികനാണ് കാറ് ഓടിച്ചത്. നൗഷിജയെയും ആഷിഖിനെയും അസ്മയെയും ഇടിച്ചു തെറിപ്പിച്ചു. നടപ്പാതയിലെ കല്ലുകളെയെല്ലാം തകർത്ത് ചീറിപ്പാഞ്ഞ കാറ് മറ്റ് വാഹനങ്ങളിലും ഇടിച്ചാണ് നിന്നത്. ആ നിമിഷം വരെ ചിരിച്ച് സംസാരിച്ച് നടന്ന നൗഷിജ ചോരയിൽ കുളിച്ച് റോഡിലേക്ക് തെറിച്ചു വീണു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നൗഷിജയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആന്തരിക ക്ഷതങ്ങളേറ്റ ആഷിഖ് സാനു ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബന്ധുവായ അസ്മയ്ക്കും മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. BP വ്യതിയാനം കാരണം ബോധം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് കാർ ഓടിച്ച മോഹൻ തോമസ് പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ അമിതവേഗമാണ് അപകടത്തിന്റെ ആഴം കൂടിയതെന്ന ദൃക്സാക്ഷി മൊഴികൾ വയോധികന്റെ ഡ്രൈവിംഗിലെ പിഴവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറവൻകോണത്തെ ഈ വില്ലൻ കാർ കവർന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. അധ്യാപികയാകാനുള്ള നൗഷിജയുടെ ആഗ്രഹവും ആഷിഖിനൊപ്പമുള്ള വിദേശത്തുള്ള ജീവിതവും ഒക്കെ തന്നെ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. മകളുടെ മരണവിവരം അറിഞ്ഞ പത്തനംതിട്ടയിലെത്തിയ നൗഷാദും ലൈലയും നൗഫിയയും ആശ്വാസമില്ലാത്ത വേദനയിലാണ്. വരും ദിവസങ്ങളിൽ ആഷിഖിനൊപ്പം വിദേശത്തേക്ക് പറക്കേണ്ടിയിരുന്ന നൗഷിജ ഒടുവിൽ പാലക്കാട്ടെ മണ്ണിലേക്ക് എന്നേക്കുമായി മടങ്ങി. ശാരീരിക അസ്വസ്ഥതകളുള്ളവർ വാഹനം ഓടിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് IMA ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകാറുണ്ട്. BP-യിലോ പ്രമേഹത്തിലോ വ്യതിയാനം തോന്നിയാൽ വാഹനം ഒതുക്കി നിർത്തണമെന്ന നിർദ്ദേശം വകവയ്ക്കാതെ വളയം പിടിക്കുന്നത് എത്രത്തോളം വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു മധുവിധു യാത്ര ഇത്രയും വലിയൊരു വിലാപയാത്രയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. നൗഷിജയുടെ വിയോഗം കേരളത്തിന്റെ റോഡുകളിലെ സുരക്ഷാ പാളിച്ചകളെക്കുറിച്ചുള്ള ഗൗരവകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് അവശേഷിക്കുന്നതായി മാറുന്നത്.